എല്ലാവർക്കും നമസ്കാരം. വണ്ടർ അക്കാഡമത്തിന്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് മാസിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടൻമേട് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ഇടുക്കി ജില്ലയിലെ കർഷകരില്ല. കർഷകരിലേക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും അതുപോലെ തന്നെ അവരുടെ സർവീസും എത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടൻമേട് മാസിൽ എത്തിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാസിന്റെ ലാബ്, ഇവിടുത്തെ ലാബിന്റെ ടെക്നോളജി, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കർഷകരിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് അവർ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് ഇറക്കുന്നത്, അതേസമയം ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള സർവീസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മാസിന്റെ ലാബിനകത്തെ ഓരോ പ്രക്രിയകളും എങ്ങനെയാണ് അവർ നടത്തുന്നതെന്നും എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അവർ ഹൈ ക്വാളിറ്റി നടത്തുന്നതൊക്കെയുള്ള വിശേഷങ്ങൾ വളരെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പോകാം വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക്. ഹലോ. നമസ്കാരം. നമസ്കാരമുണ്ട്. ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തുക, ആദ്യമേ സ്വന്തമായിട്ടും അത് കഴിഞ്ഞ് പ്രസ്ഥാനത്തെ. ഓക്കെ, എൻ്റെ പേര് ലീലാകൃഷ്ണൻ എന്നാണ്. ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു. ജോയിൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. 22 റിട്ടയർ ചെയ്തു. ഞാനിവിടെ വണ്ടൻമേട് കൃഷി ഓഫീസറൊക്കെ ആയിട്ടിരുന്നതാണ് 4 വർഷത്തോളം. അത് കഴിഞ്ഞ് ജോസാറ് ആയിട്ടുള്ള അസോസിയേഷൻ കൊണ്ട് ഞാൻ റിട്ടയർ ചെയ്തിട്ട് 23 ഫെബ്രുവരിയിൽ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇപ്പം മാസിൻ്റെ അഗ്രി ആക്ടിവിറ്റീസിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇവിടെ അഗ്രി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മെയിനായിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു 700ഓളം ഏക്കർ നമുക്ക് ഏലമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഏലത്തിൻ്റെ ഓപ്ഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേജർ എക്സ്പോർട്ടറാണ്, ഇന്ത്യയിലെ മേജർ എക്സ്പോർട്ടറാണ്. അപ്പം ജോസാറിൻ്റെ ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അഗ്രിക്ക് ഒരു ഹെഡ് കുറേ നാളായിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ സാറിനെ വിളിച്ചു. പരിചയമുള്ളതുകൊണ്ട് നേരത്തെ പരിചയത്തിൻ്റെ പേരിൽ വിളിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോൾ ആ ജോലി ചെയ്യുന്നു. നമുക്കുള്ള മെയിൻ പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഏലക്കാടുണ്ടല്ലോ, അതുകൂടാതെ നമുക്കൊരു പെസ്റ്റിസൈഡ് ഫെർട്ടിലൈസർ ഷോപ്പുണ്ട്, അതുപോലെ നെടുങ്കണ്ടത്തൊരെണ്ണമുണ്ട്. പിന്നെ നമുക്കൊരു വെൽ സെറ്റിൽഡ് അഗ്രി ലാബുണ്ട്. നമ്മുടെ ഒരു നമ്മളിപ്പം നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടിയുടെ ആരോഗ്യം എങ്ങനെ പഴയതുപോലെ റിവാമ്പ് ചെയ്തെടുക്കാം, എന്നിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം ചിലപ്പോൾ എല്ലാ വർഷവും ഒരേപോലെ പ്രൊഡക്ഷൻ ഉണ്ടാകണമെന്നില്ല, കാരണം കാലാവസ്ഥ വലിയൊരു ഫാക്ടറാണ് ഇപ്പോൾ. അപ്പം നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്സ് കറക്റ്റായിട്ട് ടൈംലി ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മളിപ്പം രാസവളവും രാസകീടനാശിനിയും ഒക്കെ കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദി മേജർ ഫാക്ട് ഇതാണ് ഇപ്പം ഈ പറഞ്ഞ ബയോ സ്റ്റിമുലൻസ് എന്ന് പറയുന്നത്. അതാണിപ്പം നമ്മൾ ലാബിൽ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഏതാണ്ട് നമ്മുടെ അഗ്രി ലാബ് 2017-18 തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് കോവിഡായിപ്പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ കോവിഡ് സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ഇതിലേക്ക് സ്ട്രെസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം കോവിഡിൻ്റെ അവസ്ഥകൾ നമുക്കറിയാമല്ലോ, എന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. വീണ്ടും ഞാൻ വന്നു കഴിഞ്ഞ് വീണ്ടും ലാബ് വീണ്ടും റിവാമ്പ് ചെയ്തെടുത്തു. ഇപ്പം നല്ല രീതിയിൽ വളരെ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ ലാബ് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ബീന എന്ന് പറഞ്ഞൊരു കെമിസ്റ്റ് ഉണ്ട്. ആ കുട്ടി വളരെ ഈ ലാബ് തുടങ്ങിയപ്പോൾ മുതൽ ഇവിടുത്തെ സ്റ്റാഫായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് അത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എല്ലാ സാധനം ഏതാണ്ട് 6ഓളം ബാക്ടീരിയയുടെ ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫംഗസ് ഒരു 5 ടൈപ്പ് ഫംഗസിൻ്റെയും ബയോ സ്റ്റിമുലൻസ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് 11ഓളം ബയോ പ്രോഡക്ട്സ് നമ്മളിവിടെ സ്റ്റിമുലൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ 6 ബാക്ടീരിയലാണ്, ബാക്ടീരിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 5 ഫംഗസ്. ഇപ്പോൾ ഫംഗസ് ഉള്ളതാണ് നമ്മുടെ ട്രൈക്കോഡർമ, അതുപോലെ തന്നെ ബിവേറിയ, വെർട്ടിസീലിയ, മെറ്റാറൈസിയം, ഇതെല്ലാം. എന്നാൽ നമ്മൾ സ്യൂഡോമോണാസ്, അതുപോലെ തന്നെ മെത്തലോ ബാക്ടീരിയ, അതൊക്കെ ബാക്ടീരിയ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അറിയാം, ഇതിൻ്റെയൊക്കെ ഓരോ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂട്ട് സ്റ്റിമുലൻ്റ് ആണ്. ഇപ്പോൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ചയും കിട്ടും. മണ്ണിൽ അതിൻ്റെ എല്ലാം മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബയോ ഇൻപുട്സിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ ഒരുപാട് പരമ്പരാഗതമായിട്ട് ഒരുപാട് അണുക്കളുണ്ട്. പക്ഷേ അതിൽ പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ ചെടിക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ബയോസ്റ്റിമുലൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. ഈ ബാക്ടീരിയ നമ്മൾ
നമുക്ക് ഈ സൂഡാമോണസ് അല്ലെ നമുക്ക് കൂടുതൽ അഴുകലിന് വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത് അതെ അല്ലെ. അതെ. അപ്പൊ അതിന്റെ നമ്മുടെ വിപണനം എങ്ങനെയാ? ഇവിടെ നമ്മൾ ആളുകളുടെ ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ച് ഇപ്പം കുറെ പേര് ഇങ്ങനെ യഥാർത്ഥത്തിൽ നല്ല സാധനം കിട്ടാനില്ല എന്നൊരു പരാതിയുണ്ട് പൊതുവെ. എവിടെ കിട്ടുന്നു. അപ്പം ശരിക്കും ഒരാളെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ വരാൻ പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം ഈ നല്ല സാധനം കിട്ടുന്ന ഏരിയ കുറവാണ് പൊതുവെ. ശരി. അതുകൊണ്ട് അതിന് നമ്മൾ ഉണ്ടാക്കിയ ഓർഡർ കൊടുത്താൽ അതെങ്ങനെയാണ് അതിന്റെ വിലകളും വലിയ കാര്യങ്ങളും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് മുൻനിർത്തിയാണ് നമ്മൾ ലാബ് കുറച്ചുകൂടെ സെറ്റപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറേ ഇൻസ്ട്രുമെന്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്, കുറേ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഒരു ഹൈജീനിസിറ്റി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫിനോടും അത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ അകത്തോട്ട് ഈ ലാബിലോട്ട് കയറി വരണമെങ്കിൽ പോലും ചെരുപ്പ് ഊരിയിട്ടിട്ടേ കയറ്റുള്ളൂ ഞങ്ങൾ. അത്ര ഒരു പക്ക ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നടത്തുന്നത്. അത്രയും ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ക്വാളിറ്റിയാണ് ഏറ്റവും വലുത്. കാരണം ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പലപ്പോഴും കുറഞ്ഞു വരുന്നതിൻ്റെയാണ് നമ്മൾ ഈ തോട്ടങ്ങളിലെല്ലാം പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം. ഒരുപാട് ലാബുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്ന ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു സാധനം നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞാൽ 1 × 10⁻⁻⁰ ആ മികവിലുള്ള സാധനമാണ് നമുക്കിവിടെ ഉണ്ടാക്കുന്നത്. സാറിന് യൂണിവേഴ്സിറ്റി പോലും ചിലപ്പോൾ 10⁸ 10⁹ വരെ ഉള്ളൂ. നമ്മുടെ 10⁻⁻ മേളിലാണ്, 10⁻⁻ മേളിലാണ് നമ്മുടെ പലപ്പോഴും. അപ്പം ഹൈജീനിസിറ്റിയും ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇതായിട്ടുള്ള ക്വാളിറ്റി അത് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇഞ്ചോട് യാതൊരു കോംപ്രമൈസും ചെയ്യാറില്ല. പിന്നെ നമുക്കുള്ള ഒറിജിനൽ സ്ട്രെയിൻസ് എല്ലാം നമ്മൾ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്ട്സ് ആണ്. അവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ മദർ കൾച്ചർ മേടിച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുള്ള ലാബ് കണ്ടീഷൻസ് എല്ലാം കൊടുക്കുന്നത്. ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്ന് ഫോണിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അടുത്ത ആഴ്ചത്തേക്ക് വേണമെങ്കിൽ ഈ ആഴ്ച തന്നെ പറഞ്ഞാലേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. എത്ര ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കും. ഇപ്പം നമ്മുടെ ഒരു 150 ലിറ്റേഴ്സൊക്കെ നമ്മളിപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 150-200 ലിറ്റർ വരെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്യൂഡോമോണാസ് വേണമെങ്കിൽ സ്യൂഡോമോണാസിൻ്റെ കൂടെ നമുക്ക് മറ്റ് സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ട്രൈക്കോയും ചെയ്യാൻ പറ്റും. ട്രൈക്കോ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ട്രൈക്കോ സാധാരണ ഡ്രഞ്ചിങ്ങിനാണ് സാറിന് കൊടുക്കുന്നത്. ചുവട് ഭാഗത്ത് വേരിനും അതിൻ്റെ ചുറ്റുമുള്ള സോയിലും ആണ് കൂടുതൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ഈ സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞാൽ സ്പ്രേയിങ് ആണ്. ഒരു മുക്കാത്തട്ട വരെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു ചെടിക്ക് നമുക്കൊരു 5 to 10 ലിറ്റേഴ്സ് വരെ കൊടുക്കാം. നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ കൊടുക്കാം. നമ്മൾ ഒരു ബാരലിന് സാറിന് 1 ലിറ്റർ, ഒരു 500 to 500 ml to 1 ലിറ്റർ വരെയാണ് നമ്മളൊരു ബാരലിന് നമ്മൾ കൊടുക്കുന്നത്. ഇനി സ്യൂഡോമോണാസ് വേണമെങ്കിൽ നമ്മൾ ബിവേറിയ വെർട്ടിസീലിയം ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ ബിവേറിയ വെർട്ടിസീലിയം എന്ന് പറയുന്നത് ഒക്കെ പെസ്റ്റ് ആൻഡ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പെസ്റ്റ് പോപ്പുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബിവേറിയ പോലുള്ള സാധനങ്ങൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പെസ്റ്റിൻ്റെ മേളിൽ കയറി ആക്ട് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് കീടങ്ങളെ ഈ ചൊറിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ത്രിപ്സിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പോൾ കർഷകർ പറയുകയാണ് നമ്മൾ സ്യൂഡോയുടെ കൂടെ നമുക്ക് ട്രൈക്കോഡർമ ഇത് വെർട്ടിസീലിയം അല്ലെങ്കിൽ ബിവേറിയ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ട്രൈക്കോഡർമ സാധാരണ എപ്പോഴും സിംഗിളായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടേ കൊടുക്കാറുള്ളൂ. കാരണം അത് ഡ്രഞ്ചിങ്ങിനാണ്, അതിൻ്റെ ഗ്രോത്തും വ്യത്യാസമുണ്ട്. മറ്റേത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരു കമ്പാറ്റബിലിറ്റി എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ 5 to 10 ലിറ്റേഴ്സ് വേണേൽ കൊടുക്കാം. ഈ സ്പ്രേയിങ് പക്ഷേ നമ്മളിപ്പം 5 to 10 ലിറ്റേഴ്സ് നമ്മൾ മാക്സിമം പറഞ്ഞതാണ്. സ്പ്രേയിങ് വേണമെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി വരികയില്ല. ഒരു 2 to 3 ലിറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് സ്പ്രേയിങ് കൊടുക്കാം. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് കുളിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചെടിക്ക് എപ്പോഴും കൊടുക്കണം. പിന്നെ ബയോ ഇൻപുട്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും, ഒരു ഹോർമോണൽ എഫക്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, നമുക്ക് കായ്ക്കുണ്ടാകുന്ന ഫലം അതിൻ്റെ ഉള്ള പ്രൊഡക്ഷനിൽ അതിൻ്റെ പ്രൊഡ്യൂസിന് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും ഉണ്ടാകും. ഇവിടുന്ന് നമുക്ക് സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന കുറേ ആളുകൾ, 100ഓളം ഫാർമേഴ്സ് ഇവിടെ പലപ്പോഴായിട്ട് വന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, സാറേ തോട്ടം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം അഴുകൽ വളരെ കുറവുണ്ട്, ചൊറി വളരെ കുറവുണ്ട്, തണ്ടുതെറുപ്പിൻ്റെ അറ്റാക്ക് വളരെ കുറവുണ്ടെന്ന് പറയാറുണ്ട്. ഈ നമ്മൾ സോഡോമോണസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കാലയളവ് നമ്മൾ 1 in 3 months ഒക്കെ കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ മിനിമം കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ കൊടുക്കുന്ന തോട്ടങ്ങൾ നമ്മൾ സാധാരണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാസവളവും രാസകീടനാശിനി നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ജൈവവളവും കൊടുക്കുന്നു. പക്ഷേ അതിനോടൊപ്പം ഇതും കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കൊടുക്കണം എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാവുള്ളൂ.
ഇത് മണ്ണിന് നനവുണ്ടായിരിക്കണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മണ്ണിന് നനവുള്ളപ്പോൾ വേണമെങ്കിൽ ഈ ബയോ സ്റ്റിമുലൻസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. മൾച്ചിങ് ചെയ്താൽ ഏറ്റവും നല്ലത്. മൾച്ചിങ് കൂടി ചെയ്താൽ അതുകൂടെ കൂട്ടി നമുക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് പെട്ടെന്ന് വളരും. ഇത് വളർന്ന് ചെടിക്ക് വേണ്ട പ്രതിരോധം കൊടുക്കുകയാണ്, പ്രതിരോധശേഷി കൂട്ടുകയാണ്. മഴ ഇപ്പം നല്ല ഒരുവിധം ഇടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് ഇത് വളരെ നല്ല സമയമാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ സെയിലാകുന്ന ഈ സമയത്ത് ഒരു ഡിസംബർ മുതൽ ഒരു മെയ് വരെയൊക്കെ നല്ല സെയിൽ, മെയ് ലാസ്റ്റ് വരെയൊക്കെ നല്ല സെയിലാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് സെയിൽസ് വരാറുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പൊക്കെ വരുമ്പോൾ ചെറിയ മഴയൊക്കെ കിട്ടുന്ന സമയത്ത് ആളുകൾ വന്ന് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ചില തോട്ടങ്ങളിലൊക്കെ ഞങ്ങളിപ്പോൾ ഒരു 1500 ലിറ്ററോളം കഴിഞ്ഞ ദിവസം ഒരു തോട്ടത്തിൽ നമ്മൾ കൊടുത്തു. അവിടെയൊക്കെ നല്ല റിസൾട്ടാണ്. അവിടെയൊക്കെ നല്ല കായൊക്കെ ഒരുവിധം പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ പെർഫോമൻസ് ഇതിനും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആളുകളുടെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അത് ബോധ്യപ്പെടാനുള്ള ചിലപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞത് നമ്മളിപ്പം കെമിക്കൽ അടിക്കുന്ന പോലെ പെട്ടെന്ന് ഒരു 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടോ റിസൾട്ട് കിട്ടണമെന്നില്ല. ഇത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെടി സോയിൽ കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ ചെടി നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോഗ്രാം. അപ്പോൾ അതറിയാവുന്നവർ വളരെ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. വെട്ടിസീലിയം ഇതുപോലെ തന്നെ പെസ്റ്റിന് ഇതിന് രോഗങ്ങൾ കീടങ്ങളോ അതായത് ട്രിപ്സ് അതുപോലുള്ള റെഡ് മൈറ്റ്സ് ഇതിനെയൊക്കെ നശിപ്പിക്കാനുള്ള കൺട്രോൾ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇപ്പം പുതിയൊരു ഇതാണ് മെത്തലോബാക്ടർ എന്നും പറഞ്ഞിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് അതിൻ്റെ സ്ട്രെയിൻ മേടിച്ച് ഇപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഉണക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മെത്തലോബാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ആവശ്യക്കാർക്ക് സ്യൂഡോമോണസ് പ്ലസ് മെത്തലോബാക്ടർ നമ്മൾ രണ്ടും കൂടെ കൂട്ടി കൊടുക്കാറുണ്ട്. 1/2 ലിറ്റർ വെച്ചിട്ട് 1 ലിറ്റർ ആക്കിയിട്ട് നമ്മൾ ഒരു ബാരലിൽ നിന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാകുമ്പം ഗ്രോത്ത് ഒരു സ്റ്റിമുലേഷനും കിട്ടും ചെടിക്ക്. എന്നാൽ ഈ പറഞ്ഞ പോലത്തെ ചെടിയുടെ വെള്ളം നഷ്ടപ്പെടുന്നത് മെത്തലോബാക്ടർ വളരെ കുറയ്ക്കും. അപ്പം ഉണക്കിനെ അവന് ഒരു സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പവർ ചെടിക്ക് കിട്ടും. തമിഴ്നാട്ടിൽ ഒരുപാട് സാധനം വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ക്വാളിറ്റി നമ്മുടെ നമ്മൾ മേടിക്കുന്ന സ്ട്രെയിൻസ് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റി പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ചെറിയ SSI യൂണിറ്റ്സ് ഒക്കെ ഇപ്പം മെത്തലോബാക്ടർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പല തോട്ടത്തിൽ ചെല്ലുമ്പോൾ ഇവരുടെയൊക്കെ ഇത് കാണും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് പറയാനൊന്നും പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നോക്കണം. ഇതിപ്പം നല്ല സാധനങ്ങൾ കൊടുത്ത് പ്രൊട്ടക്ഷൻ കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഭാവിയിൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ സോയിലൊക്കെ ഒരുമാതിരി നിർജീവ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ചെടിക്ക് ദോഷമായിട്ട് വരും ഒരു കാലത്ത്. പിന്നെ നമുക്കുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ഈ ആവശ്യത്തിനനുസരിച്ച് മാത്രം കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മളിപ്പം ഇവിടെ ബീന നമുക്കൊരു കെമിസ്റ്റ് ഉണ്ട്. ബീനയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും കർഷകർക്ക് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഈ നമ്പറിൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. പിന്നെ നമ്മുടെ തോട്ടത്തിൽ നിർബന്ധമായിട്ടും വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യം വെച്ച് ഇത് കൊടുക്കുന്നുണ്ട്. ഇത് മാറി മാറി ഞങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഒരു ട്രൈക്കോട്രെഞ്ചിങ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു സ്യൂഡോ കൊടുക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ ബിവേറിയ വെർട്ടിസീലിയ മിക്സ് ചെയ്ത് കൊടുക്കും. അഴുകൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. ബയോസ്റ്റിമുലൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. നമുക്കിപ്പോൾ ഉള്ളത് പിന്നെ ഇവിടെ മുത്തുകാട്ടുണ്ട് B ഡിവിഷന്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് A ഡിവിഷനുണ്ട്. പിന്നെ ഇവിടെ കാറ്റാടിയുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഗ്രീൻ വാലി എന്ന് പറഞ്ഞ് വേറൊരു തോട്ടമുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു 5-6 ഏക്കർ വേറെ അല്ലാതെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഇതിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ രാസവളവും രാസകീടനാശിനിയും കൊടുക്കുന്നത് കൂടാതെ ഇതുപോലെ ഓർഗാനിക് മാനുവർ കൊടുക്കാറുണ്ട്. ഈ ഓർഗാനിക് മാനുവറിനോടൊപ്പം വേണമെങ്കിൽ ഇതും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ചാണകം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ചാണകപ്പൊടി എല്ലാവരും ഇടുന്നൊരു സമയം ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വേണമെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 3-4 ദിവസം ഇത് സ്പ്രേ ചെയ്ത് നന്നായിട്ട് ഇട്ടിട്ട് പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് വേണമെങ്കിൽ ചെടിക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈ ട്രൈക്കോഡർമ പെട്ടെന്നത് ട്രക്കോ അല്ലെങ്കിൽ സ്യൂഡോ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്നത് വേണമെങ്കിൽ അങ്ങനെ വളർത്തി വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമുക്ക് ഈ രാസകീടനാശിനി ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മളിവിടെ. അപ്പൊ ഇത് തമ്മിലുള്ള അകലം എന്തായാലും ഇത് കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 10 to 12 days ആണ് നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് ഫംജിസൈഡ്സ് ആണ് 15 days കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബയോ ഇൻപുട്സ് കൊടുക്കാവുള്ളൂ. ആ ഗ്യാപ്പ് വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വേറെ സംശയം, ഇപ്പം പൊതുവെ പല കമ്പനിക്കാരും പറയുന്ന ഈ
കെമിക്കലിൻ്റെ അടുത്ത് കൂട്ടിച്ചേർക്കുന്ന ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് ഒരു ശതമാനം പോലും സത്യമില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കെമിക്കലായിട്ട് കൂട്ടി കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊരു ജീവാണുക്കളാണ്, ഇത് ഒരു ബയോ ആണ്. അതൊരിക്കലും നമ്മുടെ കെമിക്കലുമായിട്ട് കോമ്പാറ്റബിൾ ആണെന്ന് പറയുന്നെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സ്റ്റഡീസ് ഒന്നും ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല. നമ്മൾ പഠിച്ച സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേറ്റ് എന്നുള്ളതാണ്. അല്ല, ഇങ്ങനെ അങ്ങനെ ഒരു കർഷകരുടെ ഇടയ്ക്ക് വ്യാപകമായിട്ട് കാണുന്നു. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവരും ക്രോപ്പ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്ന കർഷകരുണ്ട്, പിന്നെ ഉജാല ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു റാറ്റിഫിക്കേഷൻ പറയാനില്ല. അതൊക്കെ താൽക്കാലികമായിട്ട് ചിലപ്പം ചെടിക്ക് ഗുണം ചെയ്യുമെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെടിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്കാർക്കും അതിന് സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല. മണ്ണിനെയും ബാധിക്കും. യെസ്, നമുക്ക് ഇപ്പോൾ ഈ ബയോ ഇൻപുട്സ് കൊടുത്ത ഒരു ഗുണം എന്ന് വെച്ചാൽ മണ്ണും നന്നാവും ചെടിയും നന്നാവും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതെ. പിന്നെ നമുക്ക് വേറൊരു കാര്യത്തിനകത്ത് പറയാൻ പറ്റും, ഒരു പാസിലോമൈസസ് എന്ന് പറഞ്ഞ് നമുക്കൊരു സാധനമുണ്ട്. അത് നമുക്ക് ഈ നിമ്മാവരയെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. നിമാറ്റിസൈഡാണ് ഈ പാസിലോമൈസസ്. അതും ഇതുപോലെ തന്നെ 1/2 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെ 200 ബാരലിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ലൊരു ഇതാണ്. നിമാറ്റോഡ്സിന് ഏറ്റവും ബെസ്റ്റാണ്. ഇതിന്റെ വിലകൾ നമ്മളിവിടെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന 200 രൂപ എന്നുള്ള രീതിയിൽ 1 ലിറ്ററിന്. എല്ലാത്തിനും ഒരേ റേറ്റാണ്, ഒരേ വില തന്നെയാണ്. നമ്മളപ്പം ബാരൽ ഉൾപ്പെടെ നമ്മൾ ആളുകളുടെ സ്ഥലത്ത് എവിടെയാ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി ഏതായാലും കായെടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ആളുകൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് എത്ര ലിറ്റർ ആണെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്, എത്തിച്ചു കൊടുക്കും. പക്ഷെ നമുക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇത് നമ്മളോട് പറഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രഷ് ആയിട്ടേ കൊടുക്കുള്ളൂ. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആളുകളോട് പറയും ഇത് ഒരാഴ്ചക്കകം ഉപയോഗിച്ചോണം. കാരണം നല്ല എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 6 മാസം വരെ ഇത് ഇരിക്കും. ബട്ട് 6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും, അതിൻ്റെ അക്കൗണ്ട് കുറഞ്ഞു വരും. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് പിന്നെ ഗുണം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ആഴ്ച കിട്ടി ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് നമ്മുടെ മൈക്രോബയോളജിസ്റ്റ് ഇവിടുത്തെ 2017 മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലാബ് തുടങ്ങിയപ്പോൾ മുതലുള്ള ആളാണ്. അപ്പോൾ ലാബിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ബീന ഉണ്ട്. ബീനയുടെ വീട് നമ്മളിവിടെ തന്നെ ചെല്ലാർകോവിലാണ്. ബീന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പറയും. ഇതിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ, നമ്മുടെ ബ്രോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മറ്റു കാര്യങ്ങൾ, നമ്മുടെ അകത്തുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഒന്ന് കാണിച്ചു തരും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബീന നമുക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമുക്കിവിടെ 6 ബാക്ടീരിയയും 5 ഫംഗസും ആണുള്ളത്. അത് മെയിനായിട്ട് സ്യൂഡോമോണസ്, NPK, ബാസിലസ്, പിന്നെ മെഥിലോബാക്ടീരിയം, അങ്ങനെയാണ് ബാക്ടീരിയ 6. പിന്നെ ഫംഗസ് വരുന്നത് ബിവേറിയ, വെർട്ടിസീലിയം, മെറ്റാറൈസിയം, പാസിലോമൈസിസ്, പിന്നെ ട്രൈക്കോഡെർമ. അപ്പോൾ ട്രൈക്കോ മാത്രം നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേറെ റൂമിലാണ്. കാരണം അത് ഓവർ ഗ്രോത്ത് ആവും, വേറെ എല്ലാം കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ട്രൈക്കോ വേറെ സെപ്പറേറ്റ് റൂമിലാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ബാക്ടീരിയ എല്ലാം നമ്മളിങ്ങനെ ഹോഫ്കിൻസ് ഫ്ലാസ്കിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 3 ലിറ്റർ ഉള്ളത് അങ്ങനെ ബാക്ടീരിയ എല്ലാം ഇങ്ങനത്തെ ഫ്ലാസ്കിലും വെക്കുന്നു. ഫംഗസ് എല്ലാം നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ ബോട്ടിലാണ് വെക്കുന്നത്. കാരണം മാക്സിമം നമുക്ക് ഇതിൻ്റെ ഫംഗസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ മാറ്റി നമുക്ക് ഫോം ചെയ്യും. അപ്പോൾ മാക്സിമം മാറ്റി നമുക്ക് കിട്ടുമ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ബോട്ടിലായിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇത് ഇത് ബിവേറിയ എന്ന് പറയും, ബിവേറിയാണിത്. പിന്നെ ഇത് വെർട്ടിസീലിയമാണ്. അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, 2 ദിവസം ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതും ഇതുപോലെ തന്നെ ഇതുപോലൊരു മാറ്റ് പോലെ ഇതും ഇങ്ങനെ ഫോം ചെയ്യും. ഇതിനൊരു ചെറിയൊരു പിങ്കിഷ് കളറാണ് വെർട്ടിസീലിയത്തിനുള്ളത്. ബിവേറിയ വൈറ്റിഷ് മാറ്റാണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു വെർട്ടിസീലിയം, ഇതാണ് വെർട്ടിസീലിയം, ഒരു ചെറിയ പിങ്കിഷ് ഷെയ്ഡാണ് വെർട്ടിസീലിയത്തിന്. പിന്നെ ഇത് സ്യൂഡോമോണാസ്, അത് ബാക്ടീരിയയാണ്. സ്യൂഡോമോണാസ് ഇതുപോലത്തെ ഫ്ലാസ്കിൽ വെക്കുന്നു. ഇത് നമ്മൾ റെഡി ആയിക്കഴിഞ്ഞാൽ ഒരു 5 to 7 ഡേയ്സ് കൊണ്ടാണ് ഇതെല്ലാം ഫോം ചെയ്യുന്നത്. അന്നേരം നമ്മൾ സീരിയൽ ഡയലൂഷൻ വഴി QC നോക്കും. QC നമുക്ക് 1 × 10⁻10 വരെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ബാസിലസ്, ഇതും ഒരു ബാക്ടീരിയയാണ്. ഇത് മെയിനായിട്ട് നമുക്ക് ഇവിടെ കൂടുതലും ഏലവും കുരുമുളകും കൊടിയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അതിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇല പൂക്കാനും കായ്ക്കാനും അങ്ങനെയുള്ളതാണ് മെയിനായിട്ട് ബാസിലസിൻ്റെ സ്യൂഡോമോണാസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് ട്രൈക്കോഡെർമ എന്ന് പറയും. ട്രൈക്കോഡെർമ ഇങ്ങനത്തെ ഗ്രീൻ കളർ മാറ്റാണ്. ഇത് മെയിനായിട്ട് നമുക്ക് ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഫംഗസിനെ
പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈക്കോഡർമ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ട്രെഞ്ചിങ് ആണ് ട്രൈക്കോഡർമ കൊടുക്കുന്നത്. അത് മണ്ണിലുള്ള ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന മെയിനായിട്ടും അങ്ങനത്തെ ഫംഗസിനെ, പാത്തജനായിട്ടുള്ള ഫംഗസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. മണ്ണിൽ ചോട്ടിൽ ആ വേരുള്ളിടത്തും അതിന് ചുറ്റുഭാഗത്തും മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ബാക്കിയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തു. കാരണം പെസ്റ്റിസൈഡ്സ് ആണ്, ബിവേറിയ വെർട്ടിസില എന്നൊക്കെ പറയുന്ന പെസ്റ്റിസൈഡാണ്. പാസ്ലോമൈസസ് നിമറ്റോയിഡ്സിനെ പ്രതിരോധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഫൈറ്റോഫ്തോറ മണ്ണിലുള്ളതിനെ മാത്രം നമുക്ക് കില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. ഇത് സെപ്പറേറ്റ് വേറെ റൂമിലായിട്ട് നമ്മൾ വെക്കുന്ന കാരണം ഇത് മറ്റ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസിന് കൂടുതലായിട്ട് വളരും. എന്തെങ്കിലും ഒരു വായുവിൽ കൂടി ഇത് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ജസ്റ്റ് ഒരു സ്പോർ വീണിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫുള്ള് അത് വളരും. അതുകൊണ്ടാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് റൂമിലോട്ട് മാറ്റി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ വെയിങ് മെഷീനാണ്. നമുക്ക് ഓരോ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസിനും ഓരോരോ കോമ്പോസിഷനാണ്. അപ്പോൾ ഒരു 0.1% അങ്ങനെ ഒരു 0.1 ഗ്രാം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള 0.1 to 100 വരെയുള്ള വെയിങ് മെഷീനാണ് ഇത്. പിന്നെ ഇത് ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് വേഴ്സ് എല്ലാം ഉണക്കാൻ വേണ്ടി, ഡ്രൈ ആക്കാൻ വേണ്ടി, ടെസ്റ്റ് ട്യൂബും കാര്യങ്ങളും എല്ലാം ഡ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹോട്ട് എയർ ഓവൻ. അത് നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ടാമിനേഷൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് റോട്ടറി ഷേക്കർ ഉണ്ട്. അത് നമ്മൾ അതായത് ഫ്ലാസ്കിൽ നമ്മൾ മീഡിയ പ്രിപ്പയർ ചെയ്ത് എന്നും ഷേക്ക് ചെയ്യണം, ഇതിൻ്റെ ഗ്രോത്ത് വളർത്താൻ വേണ്ടി, കൂട്ടാനും വേണ്ടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടാണ് ഓൺ ചെയ്യുമ്പോൾ ഷേക്ക് ചെയ്യും, തന്നെ ഓട്ടോമാറ്റിക്കലി ഷേക്ക് ചെയ്യും. പിന്നെ ഉള്ളത് നമുക്ക് സ്റ്റെറിലൈസർ എന്ന് പറയുന്നതാണ്. ഈ 2 മെഷീനാണ് സ്റ്റെറിലൈസർ. അതായത് നമ്മൾ മീഡിയ കോമ്പോസിഷൻ ഏതാണോ അതിനുള്ള മീഡിയ നമ്മൾ എടുത്തിട്ട് ഇതിനകത്ത് വെക്കുന്നു. ഈ മെഷീനകത്ത് വെച്ച് കഴിഞ്ഞ് 121 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിത് ഹീറ്റ് ചെയ്യുന്നു. സ്റ്റീം അണ്ടർ പ്രഷർ, അങ്ങനെ അതായത് കുക്കർ എങ്ങനെയാണോ അതിൻ്റെ വലിയൊരു മെയിനായിട്ട് ആ കുക്കറിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ. ഇത് നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്ത് അടച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് 121 കഴിഞ്ഞ് ഒരു 50 LB പ്രഷർ വെച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു 50 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ആകത്തുള്ളൂ, ഫുൾ പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞ്. ഇത് നമ്മൾ ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന മീഡിയ ആണ്. ഈ മീഡിയ നമ്മൾ നേരെ ലാമിനാർ എയർ ഫ്ലോ ക്യാബിനറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഏതാണോ ബാക്ടീരിയ അല്ലെങ്കിൽ ഏതാണോ ഫംഗസ് നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് അവിടെ കൊണ്ട് വെച്ചിട്ട് 7 ദിവസമായി കഴിയുമ്പോഴത്തേക്ക് റെഡി ടു സെയിൽ അങ്ങനെയാണ് എടുക്കുന്നത്. അതിനൊരു 5 മുതൽ 7 ദിവസം വരെ ഉണ്ട്. ഇത് നമ്മൾ ഓൺ ആക്കി കഴിയുമ്പം ഇവിടുന്ന് ഫിൽട്ടർ ചെയ്തിരിക്കുന്ന എയർ ഇങ്ങോട്ട് വരും. അതായത് അപ്പോൾ ഇവിടുത്തെ ബാക്ടീരിയ ഫംഗസോ അല്ലെങ്കിൽ എയറിലുള്ള ഒന്നും അതിൻ്റെ അകത്തോട്ട് വരത്തില്ല. അപ്പം നമ്മൾ ഏത് ചെയ്യുന്നതോ അതിന് കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ സ്റ്റെറിലൈസ് ചെയ്ത് കയറി വരുന്ന മീഡിയ ഓൾറെഡി പ്യുവർ ആയിട്ടുള്ള മീഡിയയാണ്, അതിൽ ഒന്നുമില്ല. പിന്നെ വീണ്ടും ഈ എയറിലുള്ള ഇവിടെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കണ്ടാമിനേഷൻ വരും. അപ്പം നമ്മളെല്ലാം ഈ മീഡിയ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് അവിടെ വെച്ചാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് വെച്ചാണ്. ഏതാണെങ്കിലും കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം ഈ ഒരു ക്യാബിനറ്റിൻ്റെ അകത്ത് വെച്ചാണ്. പിന്നെ നമ്മളവിടെ ലാമിനാർ എയർ ഫ്ലോയിൻ്റെ അകത്ത് വെച്ച് ചെയ്തിരിക്കുന്ന കൾച്ചർ അല്ലെങ്കിൽ നമുക്ക് ഏതാണോ വേണ്ടത് ഓരോ മാസം നമ്മൾ സ്ലാൻഡിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാണ് സൂക്ഷിക്കുന്നത്. വേറെ കണ്ടാമിനേഷനൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഓരോരോ ബോക്സിലാക്കിയിട്ട് ഓരോന്നും പേരെഴുതി ഞങ്ങൾ അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. എന്നിട്ട് ഓരോ മാസവും നമുക്ക് വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. Yeah.